കേന്ദ്ര നിയമങ്ങളും കേരള നിയമങ്ങളും അതിലേത് നിയമമാണ് പ്രധാനപ്പെട്ടത് ചോദിച്ചാൽ അന്തിമമായി പരിഗണിക്കുന്നത് കേന്ദ്ര നിയമങ്ങളാണ്. വനം കൺകറന്റ് ലിസ്റ്റിലായതുകൊണ്ടാണ് നിങ്ങൾ ഭൂമിയുടെ നിയമം ഇപ്പോൾ പാസ്സാക്കാമെന്ന് വിചാരിക്കുന്നത്. പക്ഷെ അത്ര എളുപ്പത്തിൽ നിങ്ങൾക്കത് നടത്താൻ കഴിയില്ല. രാജ്ഭവനും കേന്ദ്രവുമെല്ലാം കർഷകരുടെ ഒപ്പമാണ്. ഇവിടെ നാം വികസനത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ എന്താണ് ഇടുക്കി ജില്ലയുടെ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിനൊരു പ്ലാൻ ഉള്ളത്? വലിയ വർത്തമാനങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് എന്താണുള്ളത്? ഇവിടുത്തെ നാണ്യവിളകളുടെ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും നടപടിയുണ്ടോ? ഏലം കർഷകരെ സഹായിക്കാൻ എന്തെങ്കിലും നടപടിയുണ്ടോ? വന്യജീവികളുടെ പ്രശ്നം പരിഹരിക്കാൻ സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്ന കാശ് പോലും ഇവിടെ ചെലവഴിക്കുന്നില്ല. എന്നിട്ട് അതൊരു രാഷ്ട്രീയ ആയുധമാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. പ്രതിപക്ഷം ഇതെല്ലാം അറിഞ്ഞിട്ടും മൗനം പാലിക്കുക. കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നില്ല എന്നുള്ള വസ്തുത കൃത്യമായി മനസ്സിലാക്കിയിട്ടും കേരളത്തിലെ പ്രധാന പ്രതിപക്ഷം മൗനം പാലിക്കുകയാണ്. സതീശനൊന്നും അറിയാത്തതുകൊണ്ടല്ല. വി.ഡി. സതീശനും കമ്പനിക്കും ഇതെല്ലാം അറിയാം. കഴിഞ്ഞ 10 വർഷമാണ് ഏറ്റവും കൂടുതൽ ധനസഹായം കേരളത്തിന് കിട്ടിയത്. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ഏറ്റവും കൂടുതൽ കിട്ടിയത് കേരളത്തിനാണ്. GST കോമ്പൻസേഷനിൽ ഒരു തരത്തിലുള്ള കുറവും ഉണ്ടായിട്ടില്ല. ടാക്സ് ഷെയർ 10% വർദ്ധിച്ചു. വൻകിട പദ്ധതികൾ വന്നു. ഇൻഫ്രാസ്ട്രക്ചറിന് ആയിരക്കണക്കിന് കോടി രൂപ ഒഴുകി. ഇതെല്ലാം കേരളത്തിന് ഉൽപാദനപരമായ രീതിയിൽ തൊഴിലവസരങ്ങൾ വർദ്ധിക്കാൻ, വളർച്ച കൂട്ടാൻ പറ്റിയ സഹായമാണ് കേന്ദ്രം ചെയ്തത്. കേരളത്തിന് യാതൊരു വിഷനുമില്ല, ഒരു നടപടിയും കേരളത്തിനില്ലാത്തതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. പ്രതിപക്ഷം കുറ്റകരമായ മൗനമാണ് കാണിക്കുന്നത്. അത് എന്തെങ്കിലും ഒരു നന്മ പറയേണ്ടി വന്നാൽ അത് മോദിക്ക് ഗുണമാവും, BJPക്ക് ഗുണമാവും എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ഒട്ടകപ്പക്ഷി നയം പ്രതിപക്ഷം എടുക്കുന്നത്. കേരളത്തിൽ മോദിയുടെ ഗ്യാരണ്ടി വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. ഈ മാസം അവസാനം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലെത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അല്ല, അതാണ് സെൻട്രൽ ഗവൺമെൻറ് എപ്പോഴും അങ്ങനെയാണ്. സെൻട്രൽ ഗവൺമെൻറ് ഏത് വിഷയത്തിലും ചർച്ച ചെയ്യാൻ ആർഗ്യുമെൻ്റ് ഉണ്ട്. എന്തിനാ പിന്നെ പേടിക്കുന്നു? അത് ധനകാര്യമന്ത്രി പാർലമെൻറ്റിലും പറഞ്ഞതാണ്. ഞങ്ങൾ എവിടെ വേണമെങ്കിൽ വരാം, നിങ്ങൾ സുപ്രീം കോടതിയിൽ പോയാൽ ഞങ്ങൾക്ക് സന്തോഷമായി എന്നൊരു ഗവൺമെൻറ് പറഞ്ഞത് കേരള ഗവൺമെൻറ്റിനോട് മാത്രമാണ്. നിങ്ങൾ സുപ്രീം കോടതിയിൽ പോവുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണെന്ന് പറഞ്ഞു. കാരണം ഞങ്ങൾക്ക് ഒരു തരത്തിലും ഈ കാര്യത്തിൽ നീതി നിഷേധം കാണിച്ചു എന്നുള്ള ബോധ്യമില്ല. പക്ഷെ ഇവർ പറഞ്ഞത് നേരെ ഘടകവിരുദ്ധമാണ്. ഇതാദ്യമേ ചെയ്താൽ മതിയായിരുന്നില്ലേ? ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞു, കവലയോഗങ്ങളിൽ സംസാരിക്കുന്നത് മാറ്റിയിട്ട് ഒറിജിനൽ ഡോക്യുമെൻസുമായിട്ടും ധനകാര്യമന്ത്രിയെ കാണണം കേരളത്തിലെ സർക്കാർ. അല്ലാതെ ഈ പുത്തരിക്കണ്ട മൈതാനത്ത് ബാലഗോപാൽ പ്രസംഗിക്കുകയാണ് 57,000 കോടി കിട്ടാനുണ്ടെന്ന് പറഞ്ഞ്. നിങ്ങളെല്ലാവരും എഴുതിയല്ലോ, ഇപ്പോൾ ഉണ്ടോ? 57,000 കോടി രൂപ കിട്ടാനുണ്ടെന്ന് പറഞ്ഞ ബാലഗോപാൽ അത് ചങ്ക് തൊടാതെ വിഴുങ്ങി. 20,000 കോടി GST കോമ്പൻസേഷൻ മാത്രം കിട്ടാനുണ്ടെന്ന് പറഞ്ഞ ബാലഗോപാലിൻ്റെ പൊടി പോലും പിന്നെ കണ്ടില്ല. ഇതാണ് സത്യം. അതുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഏത് ചർച്ചയ്ക്കും യാതൊരു കുഴപ്പമില്ല. സ്റ്റേറ്റ് ഗവൺമെൻറ് തെറ്റ് സമ്മതിക്കണം. ഒരു ഹോംവർക്കിൽ ഞാൻ നിങ്ങളോടൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിക്കട്ടെ. ഇപ്പോൾ കേന്ദ്ര ബജറ്റും കഴിഞ്ഞു, സംസ്ഥാന ബജറ്റും കഴിഞ്ഞു. ഇങ്ങനെയാണോ ബാക്കി സംസ്ഥാനങ്ങളിലൊക്കെ? നിങ്ങൾ തൊട്ടപ്പുറത്ത് തമിഴ്നാടുണ്ട്, അതിൻ്റെ അപ്പുറത്ത് എല്ലാ കർണാടകയുണ്ട്. നിങ്ങൾ ചോദിക്കും, എല്ലാ സംസ്ഥാനങ്ങളിലെയും MP-മാരും സർക്കാരും ചേർന്നൊരു ഹോംവർക്ക് പണ്ട് കേരളത്തിലുണ്ടായിരുന്നു ഇങ്ങനെ. എന്താണ് ഇത്തവണ നടന്നിരിക്കുന്നത്? കേരള ഗവൺമെൻറ് ഈ പ്രീ ബജറ്റ് എന്തെങ്കിലും ഒരു ഡിസ്കഷൻ നമ്മുടെ നാട്ടിൽ ജനപ്രതിനിധികൾ നടത്തിയിട്ടുണ്ടോ? ഒരു ഹോംവർക്ക് നടത്തിയിട്ടുണ്ടോ? പണ്ട് ഇദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഒരു കഷ്ണം കടലാസ് എടുത്തിട്ട് ഇങ്ങനെ പോയി. അതാ മുഖ്യമന്ത്രി പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടേ ഒരു കടലാസ് മോദിക്ക് കൊടുത്തു. അന്ന് ചരിത്രം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇത്രയും ഇറസ്പോൺസിബിളായിട്ടുള്ള ഒരു ഗവൺമെൻറ്, ഇത്രയും നിരുത്തരവാദപരമായി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ്, അങ്ങനെ ഒരു ഗവൺമെൻറ്റിൻ്റെ തെറ്റുകുറ്റങ്ങൾ കൊണ്ടാണ് കേരളം ഈ ഗതികേട് അനുഭവിക്കുന്നത്.